Morning, students. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് ദ റെക്കറൻസ് റിലേഷൻ an plus 2 minus 3an plus 1 plus 2an equal to 0. a0 is equal to 2, a1 is equal to 3 by using generated function. Generated function ഉപയോഗിച്ച് നമുക്ക് ഈ റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്ത് ഇതിന്റെ an എത്രയാണ് കണ്ടുപിടിക്കും. നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ എന്താണ് ചെയ്തത്? തന്നിരിക്കുന്ന റെക്കറൻസ് റിലേഷൻ എടുക്കുക. an plus 2 minus 3an plus 1 plus 2an is equal to 0. അതിനുശേഷം ഈ ഇക്വേഷൻ നമ്മൾ എത്രയോണ്ട് ഗുണിക്കുന്നു? എക്സ് റേസ് ടു n കൊണ്ട് മൾട്ടിപ്ലൈ ബൈ എക്സ് റേസ് ടു n. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? an plus 2 x raised to n minus 3an plus 1 x raised to n plus 2an x raised to n is equal to 0. എല്ലാ ടൈമിലും നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചു? എക്സ് റേസ് ടു n കൊണ്ട് മൾട്ടിപ്ലൈ. ഇതിലെ ലോവസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഏതാണ്? n ആണ്. അപ്പൊ നമ്മൾ എന്ത് എടുക്കണം? സിഗ്മ നൊട്ടേഷൻ എടുക്കണം. സിഗ്മ എടുക്കുമ്പോൾ സിഗ്മ n equal to 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. സിഗ്മ n equal to 0 to infinity an plus 2 x raised to n. സെക്കൻഡ് ടൈമിൽ അതുപോലെ തന്നെ സിഗ്മ n equal to 0 to infinity an plus 1 x raised to n plus 2 into sigma n equal to 0 to infinity an x raised to n is equal to 0. അടുത്ത സ്റ്റേജിൽ ചെയ്തത് എന്താണ്? സിഗ്മ നൊട്ടേഷൻ എടുത്തു. സിഗ്മ നൊട്ടേഷൻ എടുക്കുമ്പോൾ n സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. കാരണം ഇവിടെ ലോവസ്റ്റ് സബ്സ്ക്രിപ്റ്റ് an ആണ്. an ആയതുകൊണ്ട് n equal to 0 to infinity സ്റ്റാർട്ട് ചെയ്യും. ഇനി നമ്മൾ ആ സീരീസ് എക്സ്പാൻഡ് ചെയ്യാൻ പോകും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എന്താ കിട്ടുന്നത്? n equal to 0 കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് a2 അല്ലേ? x raised to 0 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ്. ആദ്യത്തെ ടൈം a2 ആണ്. n equal to 1 കൊടുക്കുമ്പോഴോ n equal to 1 കൊടുക്കുമ്പോൾ a3x a2 plus a3x. അടുത്ത n equal to 0 കൊടുത്തു, 1 കൊടുത്തു, 2 കൊടുത്തു. ഇനി 2 കൊടുക്കുമ്പോഴോ a4x square plus x. ഇതാണ് നമുക്ക് ഫസ്റ്റ് സമ്മേഷന്റെ എക്സ്പാൻഷൻ. ഏതൊക്കെയാണ് ടേം? a2 plus a3x plus a4x square. a2 എങ്ങനെ കിട്ടിയത്? ഈ n ന് നമ്മൾ 0 കൊടുക്കുമ്പോൾ a2, അപ്പൊ x ന് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. a2 ഫസ്റ്റ് ടേം. n ന് 1 കൊടുക്കുമ്പോഴോ a3 into x plus n ന് 2 കൊടുക്കുമ്പോഴോ a4 into x square plus x. ഇതുപോലെ നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യും. 3 into n equal to 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്? a1 x raised 0 1 x raised 0 1. അടുത്ത ടൈം എന്താണ്? പ്ലസ് n ന് 1 കൊടുക്കുമ്പോഴോ a2x. ഈ അടുത്ത ടൈം എന്താണ്? n ന് 0 കൊടുത്തു, 1 കൊടുത്തു, 2 കൊടുത്തു. 2 കൊടുക്കുമ്പോഴോ a3x square plus etc. a3x square plus etc. ഇനി അടുത്ത ടൈമില് പ്ലസ് 2 into n equal to 0 കൊടുക്കുമ്പോൾ a0, n equal to 1 കൊടുക്കുമ്പോഴോ a1x, n equal to 2 കൊടുക്കുമ്പോഴോ a2x square plus etc. equal to 0. അപ്പൊ നമ്മൾ സമ്മേഷൻ എടുത്തതിന് ശേഷം എല്ലാ സമ്മേഷനും എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? g of x എന്ന് പറഞ്ഞാൽ എന്താണ്? a0 plus a1x plus a2x square plus a3x cube plus x. ഇതാണ് g of x. ഇവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത്? a2 plus a3x plus a4x square. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഈ a0 ഉം g of x മൈനസ് a0 മൈനസ് a1x ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് അപ്പുറത്ത് എന്ത് വെക്കുന്നു? a2x square plus a3x cube plus x. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു? g of x മൈനസ് a0 മൈനസ് a1x ഈ രണ്ട് ടേമിനെയും x സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. x സ്ക്വയർ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? a2 plus a3x plus x. അപ്പൊ a2 plus a3x plus a4x സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം? g of x മൈനസ് a0 മൈനസ് a1x divided by x സ്ക്വയർ. അപ്പൊ നമുക്ക് ഈ സമ്മേഷനൊക്കെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. g of x ലേക്കും x ലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ അത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? സ്റ്റാൻഡേർഡ് ജനറേറ്റഡ് ഫംഗ്ഷൻ നമുക്കറിയാം. g of x is equal to a0 plus a1x plus a2x square plus a3x cube നമുക്കറിയാം. അതില് ഈ ഫസ്റ്റ് രണ്ട് ടേം നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോ g of x minus a0 minus a1x
പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ വന്നേ a2x² പ്ലസ് a3x³ എന്നാണ് വന്നേക്കുന്നത്. ആ റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേമിൽ ഈ x² അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ a2 പ്ലസ് a3x പ്ലസ് a4x². അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ x² ഡിവൈഡ് ചെയ്തു. അപ്പൊ g ഓഫ് എക്സ് മൈനസ് a0 മൈനസ് a1x ബൈ x² എന്ന് പറഞ്ഞാൽ എന്താണ് a2 പ്ലസ് a3x പ്ലസ് x². അപ്പൊ ഈ ഒരു ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റി, g ഓഫ് എക്സ് മൈനസ് a0 മൈനസ് a1x ബൈ x². അപ്പൊ ഒന്നാമത്തെ ടൈം നമുക്ക് അങ്ങനെ കിട്ടാം. ഇനി അടുത്ത കേസ് ഏതാണെന്ന് നോക്കാം. ഇവിടെ -3 ഇൻറ്റു a1 പ്ലസ് a2x പ്ലസ് a3x² പ്ലസ് എക്സെട്ര. അപ്പൊ ഇവിടെ നമുക്ക് പ്ലാൻ ചെയ്യാം g ഓഫ് എക്സ് മൈനസ് a0. ഇവിടെ നമുക്ക് a1x പ്ലസ് a2x² പ്ലസ് a3x³ പ്ലസ് എക്സെട്ര. ഇവിടെ വരുന്ന എങ്ങനെയാണ് a1 മുതലാ വരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, g ഓഫ് എക്സ് മൈനസ് a0 ബൈ എക്സ് ചെയ്താൽ a1 പ്ലസ് a2x പ്ലസ് a3x² പ്ലസ് എക്സെട്ര. അപ്പൊ a1 പ്ലസ് a2x പ്ലസ് a3x² പകരം നമുക്ക് എന്തെഴുതാം g ഓഫ് എക്സ് മൈനസ് a0 ബൈ എക്സ്. രണ്ടാമത്തെ ടേം കിട്ടിയാൽ ഇവിടെ g ഓഫ് എക്സ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ജനറേറ്റഡ് ഫംഗ്ഷൻ ആണ്. ആ സ്റ്റാൻഡേർഡ് ജനറേറ്റഡ് ഫംഗ്ഷൻ a0 ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം നോക്കിയപ്പോൾ a1x എക്സിന്റെ a1 എക്സ് ഉണ്ട്, നമുക്ക് ഇവിടെ a1 എക്സ് ഇല്ല. അപ്പൊ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ a1 പ്ലസ് a2x പ്ലസ് a3x² ആണ്. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം, g ഓഫ് എക്സ് മൈനസ് a0 ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, g ഓഫ് എക്സ് ആണ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് എവിടേക്ക് കൊണ്ടുവന്നു, g ഓഫ് എക്സിലേക്ക് ജനറേറ്റഡ് ഫംഗ്ഷനിലേക്ക് കൊണ്ടുപോകും. ഇനി നമുക്ക് ഇതിന്റെ ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഇനിഷ്യൽ കണ്ടീഷൻസ് 1 by 1 ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് g ഓഫ് എക്സ് ഫംഗ്ഷൻ കിട്ടും. അതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാം, a നെ കണ്ടുപിടിക്കാം കേട്ടോ. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നമ്മൾ എന്താണ് ചെയ്തത്, തന്നിരിക്കുന്ന റെഫറൻസ് റിലേഷൻ ആദ്യം എഴുതി. അതിനുശേഷം ആദ്യം നമ്മൾ x റേസ് ടു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. x റേസ് ടു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം സിഗ്മ നൊട്ടേഷൻ എടുത്തു. സിഗ്മ നൊട്ടേഷൻ എടുത്തപ്പോൾ n സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ്, n = 0 മുതൽ. കാരണം എന്താണ്, ലോ ഓഫ് സബ്സ്ക്രിപ്റ്റ് an ആണ്. അപ്പൊ an ആയതുകൊണ്ട് n = 0 to infinity. ഇവിടെ n - 1 ആയിരുന്നെങ്കിലോ n = 1 to infinity. n - 2 ആയിരുന്നെങ്കിലോ n = 2 to infinity. ഇപ്പൊ n = 0 to infinity. അതിനുശേഷം എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തപ്പോ 1, 2, 3 സീരീസ് കിട്ടി. ആ സീരീസിന് നമ്മൾ g ഓഫ് എക്സിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. g ഓഫ് എക്സിലേക്ക് എങ്ങനെയാ മടക്കി കൊണ്ടുപോകുന്നത്, g ഓഫ് എക്സിന്റെ റിസൾട്ട് നമുക്കറിയാം. അതിൽ നിന്ന് ഇത് ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെ എഴുതിച്ചു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നീങ്ങും. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പില് g ഓഫ് എക്സ് മൈനസ് a0 എന്ന് പറഞ്ഞാൽ എന്താണ് 2, a1x എന്ന് പറഞ്ഞാൽ a1 എന്ന് പറഞ്ഞാൽ 3, അപ്പൊ 3x. a0 ന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, a1 ന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ x² മൈനസ് 3 ഇൻറ്റു g ഓഫ് എക്സ് മൈനസ് a0 എത്രയാണ് 2 ഡിവൈഡഡ് ബൈ x പ്ലസ് 2 ഇൻറ്റു g ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ വന്നു. അപ്പൊ നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻസ് എല്ലാം ഇതിനോട് അപ്ലൈ ചെയ്തു. ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ LCM x² എടുക്കാം. LCM x² എടുത്തു കഴിഞ്ഞാൽ നമുക്ക് x² ഇൻറ്റു, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് x² കൊണ്ട് ഗുണിക്കാം. മൊത്തം ഇക്വേഷൻ x² കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും, g ഓഫ് എക്സ് മൈനസ് 2 മൈനസ് 3x മൈനസ് ഇവിടെ 3x ഇൻറ്റു g ഓഫ് എക്സ് മൈനസ് 2 പ്ലസ് 2x² ഇൻറ്റു g ഓഫ് എക്സ് ഈക്വൽ ടു 0. മൊത്തമായിട്ട് x² കൊണ്ട് ഗുണിച്ചപ്പോൾ ഫസ്റ്റ് ടൈമിൽ x² എലിമിനേറ്റഡ് ആയി. ഇവിടെ ഒരു x വന്നു, ഇവിടെ ഒരു x² വന്നു. അടുത്ത സ്റ്റേജിലോട്ട് പോകും. ഇനി g ഓഫ് എക്സ് മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നിർത്തണം, ബാക്കിയുള്ളതൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ g ഓഫ് എക്സ് മൈനസ് 2 മൈനസ് 3x, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 3x gx, ഇവിടെ പ്ലസ് 6x പ്ലസ്
2x square g of x is equal to 0. ഇതിൽ g of x ലോട്ടെ ഇത് g of x ഉണ്ട്, ഇവിടെ ഒരു g of x ഉണ്ട്, ഇവിടെ ഒരു g of x ഉണ്ട്. അപ്പോൾ g of x നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ g of x into 1 minus 3x plus 2x square. ഇനി ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ -2 അപ്പുറത്തോട്ട് പോകുമ്പോൾ +2 ആവും. ഈ -3x പ്ലസ് 6x കൂട്ടുമ്പോൾ +3x വരും. അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ -3x. അപ്പൊ g of x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 minus 3x divided by 2x square minus 3x plus 1. അപ്പൊ g of x ന്റെ ആൻസർ എന്നപ്പോൾ എന്ത് കിട്ടി? 2 minus 3x by 2x square minus 3x plus 1. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2 minus 3x divided by ഈ 2x square minus 3x plus 1 കാൽക്കുലേറ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 minus x into 1 minus 2x. ഈ 2x square minus 3x ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമ്മൾ അത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 1 minus x into 1 minus 2x കിട്ടും. ഇത് ഗുണിച്ച് നോക്കിയാൽ 1 into 1 ഫസ്റ്റ് ടേക്ക് 1 വന്നിട്ടുണ്ട്. 1 into minus 2x minus x into 1 അപ്പോൾ minus 2x minus x minus 3x minus x into minus 2x അപ്പോൾ plus 2x square. അപ്പോൾ 2x square minus 3x plus 1 നമുക്ക് എന്ത് എഴുതാം? 1 minus x into 1 minus 2x. ഇനി അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ 2 minus 3x by 1 minus x into 1 minus 2x നെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് എയും ബിയും കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാല്യൂ എഴുതാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായത് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ചെയ്തത് ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ് ചെയ്തത്. ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തതിനു ശേഷം g of x മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തി ബാക്കി എല്ലാത്തിനും നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി. അപ്പൊ നമുക്ക് 2 minus 3x by 1 minus x into 1 minus 2x. ഇനി അത് പാർഷ്യൽ ഫ്രാക്ഷൻ. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ 2 minus 3x divided by 1 minus x into 1 minus 2x is equal to a by 1 minus x plus b by 1 minus 2x. അപ്പൊ നമുക്ക് 2 minus 3x ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൊത്തം ഗുണിക്കാം. പാർഷ്യൽ ഫ്രാക്ഷന്റെ ബേസിക് റൂൾ ആണ്. എയും ബിയും കണ്ടുപിടിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൊത്തം ഗുണിക്കും. 2 minus 3x equal to a into 1 minus 2x plus b into 1 minus x. ഇത് നമുക്ക് എയുടെയും ബിയുടെയും വില കണ്ടുപിടിക്കാം. അടുത്ത പ്രോസസ് അതാണ്. എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നമുക്ക് x is equal to 1 കൊടുക്കാം. x is equal to 1 കൊടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? 2 minus 3 അപ്പോൾ -1. റൈറ്റ് ഹാൻഡ് സൈഡിലോ a into 1 minus x ന് 1 കൊടുക്കുമ്പോൾ 1 minus 2 പ്ലസ് ബിയുടെ എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ -1 is equal to a into -1. therefore എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇനി അടുത്ത് എന്ത് ചെയ്യണം? put x is equal to നമുക്ക് 1/2 കൊടുക്കാം. 1/2 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? 2 minus 3/2 is equal to a into 1 minus 2 into 1/2 that is 1 plus b into 1 minus 1/2. 2 minus 3/2 2 4 4 minus 3 2 4 minus 3 1/2 that is equal to 0 ആയിപ്പോ plus b into 1/2. അപ്പോൾ നമുക്ക് b യുടെ വാല്യൂ എത്ര കിട്ടി? b യുടെ വാല്യൂ 1. a കിട്ടി, b. therefore g of x നമ്മൾ എടുക്കുന്നു. g of x എന്താണ്? a ക്ക് പകരം 1/2 by 1 minus x plus b ക്ക് പകരം എന്താണ്? 1 by a ക്ക് പകരം 1 അല്ലേ? a equal to 1 ആണ്. 1 divided by 1 minus x b ക്ക് പകരം 1 by 1 minus 2x. ഇങ്ങനെ വന്നാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം അനുസരിച്ച് an എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 1 minus x ആണെങ്കിൽ a എന്ന് പറഞ്ഞാൽ 1 raised to n ആണ്. 1 by 1 minus 2x ആണെങ്കിലോ a എന്ന് പറഞ്ഞാൽ 2 raised to n ആണ്. That is g of x ന്റെ ആൻസർ 1 raised to n എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 2 raised to n നോക്കാം. ഇതാണ് നമ്മുടെ a. Therefore an എന്ന് പറഞ്ഞാൽ റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്ത് a ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1 plus 2 raised to n. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അവസാനം ആൻസർ
നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. an is equal to 1 plus 2 raised to n. ജനറേറ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് ഇത് തന്നെയാണ് കേട്ടോ. ആദ്യം നമ്മൾ എക്സ് റേസ് ചെയ്യുന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിനുശേഷം സിഗ്മ നോട്ടേഷൻ എടുത്തു, അത് എക്സ്പാൻഡ് ചെയ്തു, അത് ജി ഓഫ് എക്സിലേക്ക് കൺവെർട്ട് ചെയ്തു, ജി ഓഫ് എക്സ് മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തി ബാക്കി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ റിസോൾട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്. ഇന്റഗ്രേഷൻ പഠിച്ചപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 3 ടൈപ്പ് പാർഷ്യൽ ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേഷനിൽ മൊത്തം 11 മെത്തേഡാണ് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചത്. ഒരു മെത്തേഡ് ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളത് പറഞ്ഞതാണ്. അത് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ മെത്തേഡ് അറിയില്ലാത്ത കുട്ടികൾ ചെയ്ത് പഠിച്ചോളൂ. നമുക്ക് മിക്കവാറും ജനറേറ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് വരുന്ന പ്രോബ്ലം എല്ലാം ഈ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിൽ ഏതെങ്കിലും മെത്തേഡ് ആയിരിക്കും വരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് പഠിച്ച് എയും ബിയും കണ്ടുപിടിച്ച് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് 1/1 മൈനസ് എക്സ് വന്നാൽ നമുക്ക് ഫോർമുലയുണ്ട് 1 raised to n. 1/1 മൈനസ് 2x ആണെങ്കിലോ 2 raised to n. 1/1 മൈനസ് 3x ആണെങ്കിലോ 3 raised to n. അത് ആ ഫോർമുല അറിയാമെങ്കിൽ നേരിട്ട് ഫോർമുല എഴുതാം. അപ്പൊ നമുക്ക് എന്റെ വാല്യൂ എന്ത് കിട്ടും? 1 plus 2 raised to n. കേട്ടോ, എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ, ശരി.